പെൻസിൽ ഷെയ്ഡിങ്ങിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാച്ച് ഹാച്ചിങ്, ബ്ലെൻഡിങ്, സ്മഡ്ജിങ്, സ്കംബ്ലിങ് തുടങ്ങിയ രീതികളാണ് പരിചയപ്പെടുന്നത്. ആദ്യം പാച്ച് ഹാച്ചിങ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പാച്ച് ഹാച്ചിങ്ങിൽ നമ്മൾ ഷെയ്ഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം ഇൻ്റർലോക്കിംഗ് ആയിട്ടുള്ള ലൈനുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഷെയ്ഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ പരസ്പരം ഇൻ്റർലോക്കിംഗ് ആയിട്ട് ലൈനുകൾ ചെയ്യുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഡിസൈൻ ഉണ്ടായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ചെയ്ത് മുന്നേറുമ്പോൾ ഒരു വാല്യൂ സ്കെയിൽ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. വലത് ഭാഗത്തേക്ക് പോകും തോറും കൂടുതൽ ഡാർക്കായിട്ടുള്ള കുറച്ചുകൂടി ശക്തമായ സ്ട്രോക്കുകൾ ചെയ്തുകൊണ്ട് ഡാർക്കായിട്ടുള്ള ഷെയ്ഡുകൾ ഉണ്ടാക്കാൻ സാധിക്കും. മുൻപത്തെ വീഡിയോയിൽ ഉള്ളതുപോലെ തന്നെ ചാർക്കോൾ പെൻസിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിക്കാം. കുറച്ചുകൂടി വ്യക്തമായ ലൈൻസ് കിട്ടുന്നതിന് ഗ്രാഫൈറ്റ് പെൻസിൽ സഹായിക്കും. നമ്മൾ വരുന്ന സമയത്ത് വാല്യൂവിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഈ രീതി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഉദ്ദേശം എന്നുള്ളതുകൊണ്ട് ഫിനിഷിങ്ങിന് വലിയ പ്രാധാന്യം നമ്മൾ ഈ വീഡിയോയിൽ നൽകുന്നില്ല. ഇനി നമുക്ക് ഇത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരു ആപ്പിളിൻ്റെ ഒരു രൂപം നമുക്ക് ഇവിടെ വരച്ചതിന് ശേഷം ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉണ്ടാക്കി നോക്കാം. ഇടത് ഭാഗത്ത് മുകളിൽ നിന്നും ലൈറ്റ് വീഴുന്ന രീതിയിലാണ് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെയും അസ്യൂം ചെയ്യുന്നത്. അതിനുശേഷം ഇൻ്റർലോക്കിംഗ് ആയിട്ട് നമ്മൾ ഡിസൈൻ വരച്ച് മുന്നോട്ട് പോവുക. കൂടുതൽ ഷെയ്ഡ് കിട്ടുന്നതിന് കുറച്ചുകൂടി പ്രഷർ കൊടുത്തിട്ട് വേണം നമ്മൾ ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാൻ. പെൻസിൽ ഷെയ്ഡിങ്ങിൻ്റെ പല രീതികൾ നിലവിലുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഇതിൽ പല രീതികളിലും ഷെയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരേ ഒബ്ജക്റ്റിൻ്റെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങളിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. സാധാരണഗതിയിൽ ഫിഗറുകൾ വരയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ തിരഞ്ഞെടുക്കാറാണ്. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിൽ നമ്മൾ ഷെയ്ഡ് കൊടുക്കാറാണ് പതിവ്. കൂടുതൽ പേരും ഹാച്ചിങ്ങും ക്രോസ് ഹാച്ചിങ്ങുമാണ് ഉപയോഗിച്ച് കാണാറുള്ളത്. ആപ്പിളിൻ്റെ ഷെയ്ഡിനോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ അടിഭാഗത്ത് റിഫ്ലക്ഷൻ കൂടി നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അടുത്ത മെത്തേഡ് സ്കംബ്ലിംഗ് ആണ്. യാതൊരു വിധത്തിലുള്ള ഓർഡറുകളും ഇല്ലാത്ത കർവുകൾ വരച്ചുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് ഷാഡോസ്, നിഴലുകൾ സൃഷ്ടിക്കുന്ന രീതിയാണ് സ്കംബ്ലിംഗ് എന്ന് പറയുന്നത്. വളരെ ഇറഗുലർ ആയിട്ടുള്ള കർവുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുത്തിവര എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാവുന്ന രീതിയിലാണ് ഈ ഒരു മെത്തേഡ് വരുന്നത്. വാല്യൂസ് കൂടുന്തോറും ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ തിക്കായിട്ട് ഈ കർവുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമുക്ക് മനുഷ്യരൂപങ്ങളും അതുപോലെ തന്നെ ഏത് ഒബ്ജക്റ്റും നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. ലൈറ്റിൽ വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് നോക്കാം. ചാർക്കോൾ പെൻസിലിൻ്റെ ഷാർപ്നെസ് വളരെ പെട്ടെന്ന് നഷ്ടപ്പെടും. ഗ്രാഫൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി കൃത്യമായ ലൈനുകൾ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ മെത്തേഡ് പരിചയിപ്പിക്കുക മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് ഷെയ്ഡ് ചെയ്തിട്ട് നമുക്ക് വരാം. കൂടുതൽ ഡാർക്ക് വാല്യൂസിന് കൂടുതൽ പ്രഷർ നമ്മൾ കൊടുക്കുക. ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ വളരെ കുറവ് മതി. വളരെ ഫ്രീ ആയിട്ട് നമുക്ക് വരച്ചുകൊണ്ട് മുന്നേറാം എന്നുള്ളതാണ്. ഓവറാൾ നോക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായ രസകരമായിട്ടുള്ള ഒരു ടെക്സ്ചറാണ് നമുക്ക് കുത്തിവരയിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഹ്യൂമൻ ഫിഗറും മറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ണ്, അതുപോലെ മൂക്ക് ഒക്കെ സ്പെസിഫിക് ആയിട്ട് വരച്ചതിന് ശേഷം ഷെയ്ഡിങ്ങിൻ്റെ മെത്തേഡ് എന്ന നിലയ്ക്ക് ഈ ഒരു രീതി അവലംബിച്ചാൽ മതിയാകും.
നിഴലുകൾ കൂടി വരച്ച് ചേർക്കാം. ഇതുപോലെ മറ്റ് ഒബ്ജക്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്ത മെത്തേഡ് ബ്ലെൻഡിങ് ആണ്. നമ്മൾ ചെയ്യുന്ന ഷെയ്ഡിങ്ങിനെ സ്മൂത്താക്കി മാറ്റുക എന്നുള്ളതാണ് ബ്ലെൻഡിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പെൻസിലിൻ്റെ വശങ്ങളാണ് ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വളരെ സ്മൂത്തായിട്ടുള്ള ഷെയ്ഡ് കിട്ടണം എന്നുള്ളത് കൊണ്ട് ആ ലൈൻസ് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്ലെൻഡിങ് ടൂള്, ഉദാഹരണത്തിന് ബ്ലെൻഡിങ് സ്റ്റമ്പ് വാങ്ങിക്കാൻ കിട്ടും. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡിങ് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ബ്ലെൻഡിങ് ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്പം ടെക്സ്റ്റേർഡ് പേപ്പറാണ്, റഫായിട്ടുള്ള പേപ്പറാണ്. അതുകൊണ്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ഡോട്ടുകൾ പേപ്പറിൽ കാണുന്നത്. സ്മൂത്തായിട്ടുള്ള നല്ല പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ പേപ്പർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതോടൊപ്പം നല്ല ഗ്രാഫൈറ്റ് പെൻസിൽ അല്ലെങ്കിൽ ചാർക്കോൾ പെൻസിലാണെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ബ്ലെൻഡിങ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് എത്ര ഡാർക്കാണ് എത്ര ലൈറ്റാണ് കിട്ടേണ്ടത് എന്നുള്ളതിനനുസരിച്ച് അത്രയും ബലം കൊടുത്തുകൊണ്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്താൽ മതിയാകും. ബ്ലെൻഡിങ്ങിൽ നമ്മൾ രണ്ട് ടോണുകൾ തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത രീതിയിൽ സ്മൂത്തൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പെൻസിൽ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലെൻഡിങ് സ്റ്റമ്പ് പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉപയോഗിച്ചിട്ടില്ല. പേപ്പർ ചുരുട്ടി പെൻസിൽ പോലെ ആക്കി അതിൻ്റെ അറ്റം ഷാർപ്പൺ ചെയ്ത് ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉണ്ടാക്കാൻ പറ്റും. ഈ പേപ്പർ ടെക്സ്റ്റേർഡ് ആയതുകൊണ്ട് നമുക്ക് സ്മൂത്തൺ ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് ഞാൻ ബ്ലെൻഡിങ് സ്റ്റമ്പ് ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഈ മിഡിൽ ഏരിയയിലാണ് നമ്മൾ ഡാർക്ക് വാല്യൂസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്മഡ്ജിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്മഡ്ജിങ് മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ വരയ്ക്കുമ്പോഴുള്ള ഷെയ്ഡിങ്ങിലെ ലൈൻസിനെയൊക്കെ സോഫ്റ്റായിട്ട് അത് എല്ലാ വാല്യൂസിനെയും കൂടി മിക്സ് ചെയ്തിട്ട് പരസ്പരം ലയിപ്പിക്കും. ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ സ്മൂത്തായിട്ടുള്ളൊരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്മഡ്ജിങ് ചെയ്യാൻ സാധിക്കും. കോട്ടൺ അല്ലെങ്കിൽ ബ്രഷ് അല്ലെങ്കിൽ വിരലിൻ്റെ അറ്റം പോലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്മഡ്ജിങ് ചെയ്യാൻ സാധിക്കും. സ്മഡ്ജിങ്ങും ബ്ലെൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മഡ്ജിങ്ങിൽ നമ്മൾ കോട്ടൺ അല്ലെങ്കിൽ ബഡ്സ്, ഇയർ ബഡ്സ്, അതുപോലെ തന്നെ പേപ്പർ സ്റ്റമ്പ്, അതല്ലെങ്കിൽ ഫിംഗേഴ്സ് എന്നിവ ഉപയോഗിച്ച് കളർ പ്രതലത്തിലൂടെ തുടച്ച് നീക്കുക അല്ലെങ്കിൽ ലയിപ്പിക്കുക എന്നിങ്ങനെ ചെയ്യുന്നതാണ്. അതായത് ആ മെത്തേഡിനകത്ത് നമുക്ക് പേപ്പറിൻ്റെ മുകളിലൂടെ എക്സസീവായിട്ട് റബ്ബിങ് വരുന്നു എന്നർത്ഥം. ബ്ലെൻഡിങ്ങിൽ രണ്ട് കളറുകളുടെ വ്യത്യാസം അറിയാത്ത രീതിയിൽ അവയുടെ അരികുകളെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പെൻസിൽ ഡ്രോയിങ്ങിനെ സംബന്ധിച്ച് കുറച്ചുകൂടി നന്നാവുക ബ്ലെൻഡിങ് ആയിരിക്കും. ആർട്ടിസ്റ്റിക് വാല്യൂ നിലനിർത്താൻ നല്ലത് അതായിരിക്കും. ഇനി നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് സ്മഡ്ജിങ് ചെയ്ത് നോക്കാം. വലിയ വ്യത്യാസമൊന്നുമില്ല, ഏതാണ്ട് സമാനമായ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ച് റഫായിട്ടുള്ള ഓയിൽ പെയിൻറ്റ് ചെയ്യുന്ന ഒരു ബ്രഷാണ് ഞാനതിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഭാഗത്ത് ഒരു പ്രകാശത്തിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടെങ്കിൽ നമുക്കതൊരു റബ്ബർ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കളറ് അല്ലെങ്കിൽ ഷെയ്ഡ് ലിഫ്റ്റ് ചെയ്യണമെങ്കിലും ഇങ്ങനെ അത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വിരലുകൾ ഉപയോഗിച്ചിട്ടും സ്മഡ്ജിങ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വളരെ ഡയറക്റ്റായിട്ട് വിരലുകൾ ഉപയോഗിച്ച് സ്മഡ്ജിങ് ചെയ്യാം. പക്ഷേ സമയത്ത് ഒരല്പം അധികം പ്രഷർ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങളുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പെൻസിൽ ഷെയ്ഡിങ്ങിൻ്റെ മറ്റ് രീതികൾ നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിൽ പരിശോധിക്കാം.